ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഡിസൈൻ ചെയ്ത് തയ്ച്ച ഒരു ഡിസൈനർ സാരി കാണിക്കാനാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. പിന്നെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അത് ഷോർട്സ് ആയതുകൊണ്ട് അത് മുഴുവൻ പറയുന്നതിന് മുമ്പേ അത് കട്ടായി. അത് 3 മിനിറ്റേ പറ്റത്തുള്ളൂ ഷോർട്സിന്. അപ്പോൾ ഞാൻ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടൂടെ ഇടാമെന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ഇടുന്നത്. ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഞാനൊരു സാരി സാരി ട്രെയിനിലിരുന്ന് ബാലരാമപുരത്ത് ഉള്ള ഒരു ലേഡി കണ്ടപ്പോൾ അവർക്കത് വേണമെന്ന് പറഞ്ഞു. അവർ ചെങ്ങന്നൂർ വന്ന് വാങ്ങിച്ചോളാമെന്ന് പറഞ്ഞു. അവർ ചെങ്ങന്നൂർ മദ്രാസ് മെയിലിന് വന്നു എന്ന് വരെ പറഞ്ഞു ഞാനൊരു വീഡിയോയിൽ. പക്ഷേ അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ചിലരത് ശ്രദ്ധിച്ചവരത് സാരി അവർക്ക് കൊടുത്തോ എന്നൊക്കെ അറിയാനുള്ള വ്യഗ്രതയുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഞാൻ സാരിയും കൊണ്ട് ചെങ്ങന്നൂർ ചെന്ന് അവർ സാരി ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോഴത്തേക്ക് അവരവിടെ വന്ന് ഫോൺ ചെയ്യുന്ന കണ്ടു. എനിക്ക് ആളെ കണ്ടപ്പോഴേ മനസ്സിലായി. 2ാമത്തെ പ്ലാറ്റ്ഫോമിലായിരുന്നു. ഞാൻ ഇറങ്ങി 2ാമത്തെ പ്ലാറ്റ്ഫോമിൽ ചെന്ന് അവിടെ വെച്ച് സാരി കൊടുത്തു. പൈസ 300 രൂപ തന്നു. ഞാനത് വാങ്ങിച്ചു കൊണ്ടുപോന്നു. അങ്ങനെ അതൊരു ശുഭപര്യവസായിയായി കലാശിച്ചു. ഏതായാലും ഇതിപ്പം ഞാൻ ഒരു പ്ലെയിൻ പട്ട് സാരി 2 സാരി 13 മീറ്ററായിരുന്നു. അപ്പോൾ ഒരു സാരി വാങ്ങിച്ചിട്ട് അതിൽ 13 മീറ്റർ ഒരുമിച്ച് വാങ്ങിച്ചിട്ട് പിന്നെ എനിക്ക് 1 മാസത്തിന് മുമ്പാണ് എൻ്റെ വീട് വള്ളിക്കാവിലാണ്. അമൃതാനന്ദമയി അമ്മയുടെ നാട്ടിലാണ്. എനിക്ക് അമ്മയെ നന്നായിട്ട് കുഞ്ഞിലേ മുതലേ അറിയാം. എനിക്ക് 15 വയസ്സും അമ്മയ്ക്ക് 17 വയസ്സുള്ളപ്പോൾ മുതൽ എനിക്കറിയാം. എൻ്റെ ഗുരു ഒന്നാലോചിച്ചാൽ അമൃതാനന്ദമയി ദേവി തന്നെയാണ്. അത് ഇപ്പം ഞാൻ പറയുന്നതല്ല, അമ്മ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോൾ പറഞ്ഞു ഞാൻ ഗുരുവാണ് എന്ന് പറഞ്ഞു. ഏകലവി എൻ്റെ കൂട്ടാണ്. എനിക്ക് നേരിട്ടൊന്നും പറഞ്ഞു തന്നിട്ടില്ല. അമ്മ ഞങ്ങളുടെ വീട്ടിൽ തയ്യൽ മെഷീൻ ഉണ്ടായിരുന്നു. അമ്മ തയ്ക്കാൻ വീട്ടിൽ വരുമായിരുന്നു. കഥകളൊക്കെ പറഞ്ഞ ഒരുപാടുണ്ട്, അതുകൊണ്ട് ഞാൻ വലിച്ചു നീട്ടുന്നില്ല. അമ്മ വീട്ടിൽ തയ്ക്കാൻ വരുമായിരുന്നു. അപ്പോൾ എനിക്ക് 15 വയസ്സ്, ഞാൻ 10ൽ പഠിക്കുമ്പോഴാണ്. അപ്പം ഞാൻ അവിടെ ചെന്ന് നിന്ന് കണ്ട് പഠിക്കുമായിരുന്നു. ഞാനെങ്ങും പോയി പഠിച്ചിട്ടില്ല. പിന്നെ ഇതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കിതെല്ലാം പറ്റും. പിന്നെ അപ്പോൾ അവിടെ അങ്ങനെ വന്നിരുന്ന് പാവാടയും ബ്ലൗസും ഒക്കെ തയ്ക്കുന്നത് ഞാൻ കണ്ട് പഠിക്കുമായിരുന്നു. അങ്ങനെയുള്ളതേ ഉള്ളൂ. പിന്നെ ഞാനതെല്ലാം തന്നെയൊക്കെ എൻ്റെ ആങ്ങളയ്ക്കാണ് ഷർട്ട് പോലും ഞാൻ തയ്ച്ചു കൊടുക്കുമായിരുന്നു. ബ്ലൗസ്, അനിയത്തിമാർക്ക് ബ്ലൗസ്, ഷർട്ട് എല്ലാം തയ്ക്കുമായിരുന്നു. അങ്ങനെ പിന്നെ എനിക്കൊരു ഏകാന്തത ആയപ്പോഴാണ് ഞാൻ സാരി തയ്ക്കാൻ തുടങ്ങി. കൊച്ചിലെ മുതലേ എംബ്രോയിഡറി എന്തെങ്കിലുമൊക്കെ ചെറിയ പൂക്കൾ